Watch full episodes on Jio Hotstar. നീ ട്രൈ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഗോപു, നിനക്ക് ഒരിക്കലും ഇവനെ തോൽപ്പിക്കാനേ ആവില്ല. I am number 1. നീ പറഞ്ഞത് ശരിയാടാ, 100% കറക്റ്റ് ആണ്. ലോകത്തിലെ നമ്പർ 1 ചീറ്റർ നീയാണ്, നീ മാത്രമാണ്. ഇന്ന് ഈ റേസിൽ നിന്നെ തോൽപ്പിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം. മാധവാ, എന്റെ ബൈസെപ്സ് വളരെ സ്ട്രോങ് ആണ്. എന്റെ മീശയാണ് എന്റെ അടയാളം. ഇന്ന് വരെ ഇതിന് ഒരു കുറവും വരെ ഞാൻ സമ്മതിച്ചിട്ടില്ല. എന്റെ മീശയുടെ സ്റ്റൈല് കണ്ടടാ. ചളി വാരി തേച്ചോ. ഇപ്പൊ നിങ്ങളുടെ മീശയിൽ കറപ്പുരണ്ടല്ലോ. ആർക്കാടാ അത്ര ധൈര്യം? എന്റെ മീശയിൽ ചളി വാരി എറിഞ്ഞത് ആരടാ? എടാ, ഇത് നമുക്ക് കളിക്കാൻ പറ്റിയ സമയം. പ്ലേറ്റ് നേരെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഗോപാലിനോട് പകരം വിട്ടാ നമുക്ക് കിട്ടിയ ബെസ്റ്റ് അവസര. യൂസ് ചെയ്തോ. ഏതോനാടാ ചെക്കൻ? അവൻ മാത്രം എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, ഞാൻ അവനെ എടുത്തിട്ട് ഇടിച്ച് ചമ്മന്തിയാക്കും. ചവിട്ടി അരച്ച് കളയും ഞാൻ. എന്നിട്ട് അവൻ എവിടെയുണ്ടെന്ന് ആദ്യം പറ. കൊമ്പൻ മീശക്കാരനാണ് ഞാൻ. പിന്നെ ആ ചെക്കനാരാന്ന് നിനക്കറിയാമോ? സാറേ, അവന്റെ പേരാണ് ഗോപാൽ. ഗോപാൽ അവനാണ് നമ്പർ 1 തെമ്മാടി സാർ. ജനങ്ങളുടെ മേലിൽ ചെളി വാരി ഇങ്ങനെ തേക്കുന്നത് അവന്റെ ഒരു ഹോബിയാ. അവൻ വിചാരിച്ചെങ്കിലാ കട്ടറിൽ വണ്ടി ഇറക്കാതെ പോകാൻ കഴിയുമായിരുന്നു. പക്ഷെ അവൻ മനഃപൂർവ്വമാണ് ചെളി നിറഞ്ഞ കട്ടറിൽ വണ്ടി ഇറക്കിയത്. നിങ്ങളുടെ ദേഹത്ത് ചളി വാരി തേച്ചില്ലേ? കാര്യം പറഞ്ഞിട്ട് അവന്റെ പാട്ടിന് പോയി. നിങ്ങളും അവൻ ഇതുപോലെ ചെളിയിലിട്ട് ഉരുട്ട്. എനിക്കിപ്പോ ഒരു കാര്യം പറഞ്ഞ മതി. ആ തെമ്മാടി ചെക്കനെ എവിടെയാ ഉള്ളത്? പറയുന്നെന്തിനാ? നിങ്ങളെ നേരെ ഞങ്ങൾ അവന്റെ അടുത്ത് കൊണ്ടുപോയേക്കാം. വരൂന്നേ, വരൂ. ആണോ? എന്നാ അവനെ ആദ്യം കാണിക്കേ. എടാ താടിയന്മാരെ പൊക്കടാ ചേര്. ഇതാ വരുന്നു ലക്ഷ്മണന്റെ സൂപ്പർ ബൗൺസർ ബോൾ. ഇതാ. പക്ഷേ ആ ബോൾ ഇപ്പോൾ ബൗണ്ടറി ക്രോസ് ചെയ്തിരിക്കുകയാണ്. എന്താടാ ഗോപു ഇത്? നീ എന്തിനാടാ ഇത്രയും വലിയ ഷോട്ട് അടിക്കുന്നത്? വീണ്ടും വീണ്ടും ബോൾ എടുക്കാൻ ഞാൻ തന്നെ അങ്ങോട്ട് ചെല്ലണം. പക്ഷേടാ, ഈ ബോൾ ഇതെവിടെ പോയി? എത്ര തേടിയിട്ടും കിട്ടുന്നില്ലല്ലോ. നമ്മളെത്തി കഴിഞ്ഞു. പൈൽവാൻ സാറേ, നമ്മുടെ ഗോപാലുണ്ടല്ലോ, അവൻ ഈ സ്കൂളിലോ പഠിക്കുന്നത്. എന്താ? ഈ സ്കൂളിലോ? സ്കൂളിനകത്ത് ഞാൻ കാല് കുത്തില്ല. പ്രിൻസിപ്പൽ പടുവാൾ തന്നെ എന്നെ കണ്ട അടിച്ചിട്ട് കൊല്ലും. ഫയൽമാനാണോ? ഇയാളുടെ കാറ്റ് പോയിന്നാ തോന്നുന്നത്. നിങ്ങൾ എന്തിനാ പ്രിൻസിപ്പൽ സാറിന് ഇത്രയും പേടിക്കുന്നേ? നിങ്ങൾ ഈ സ്കൂളിൽ സ്റ്റുഡന്റ് ഒന്നും അല്ലല്ലോ. എടാ, ഞാൻ സ്റ്റുഡന്റ് അല്ല. പക്ഷെ പണ്ടൊരു കാലത്ത് ഞാനും ഇതേപോലെ ഒരു സ്കൂളില് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ പ്രിൻസിപ്പൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രിൻസിപ്പൽ സാറിന് ഷേവ് ചെയ്യുന്ന സമയത്ത് അന്ന് അറിയാതെ പട്ടുവർദ്ധൻ സാറിന്റെ ഒരു വശത്തെ മീശ ഞാൻ കളഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പ്രിൻസിപ്പൽ സാറിന് മീശ എന്ന് വെച്ച ജീവനാണ്. അത്രേ ഉള്ളൂ. അന്ന് അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞതാ. എന്നെങ്കിലും ഒരു പക്ഷെ ഞാൻ ഈ സ്കൂളിനകത്ത് കാല് കുത്തിയാൽ അദ്ദേഹം എന്റെ മീശയും കട്ട് ചെയ്ത് കളയുന്ന പറഞ്ഞേക്കുന്നേ. എനിക്ക് മീശ ഇല്ലെങ്കിലേ പിന്നെ ഞാൻ 0 അതുകൊണ്ട് ഞാൻ ഈ സ്കൂളിനകത്ത് കാല് കുത്തില്ല. നിങ്ങൾ സ്കൂളിന്റെ അകത്തേക്ക് വരില്ലെന്നോ? പിന്നെ എങ്ങനെയാ ഗോപാലിനെ പിടിക്കുന്നേ? അവൻ വരുന്നത് വരെ ഞാനിവിടെ സ്കൂളിന് പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. ഗോപാലൻ സ്കൂളിന്റെ പുറത്തെത്തി കഴിഞ്ഞാണ്ടല്ലോ, ആ മിനിറ്റ് തന്നെ ഞാൻ അവനെ മടക്കി പിടിക്കും. കൊമ്പൻ മീശക്കാരനല്ലേ? ഇയാളിത് എവിടത്തെ പൈൽവാനാ? ഗോപുവിന് കൊടുക്കാനുള്ള പണിയാലേ. ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ലക്കി, വൗ, ഹൗ ലക്കി ഐ ആം. ഗോപാൽ, ഗോപാൽ, എന്റെ പൊന്നു കൂട്ടുകാരാ, നീ എവിടെ പോയതാടാ ഗോപാൽ? നിന്നെ ഞാൻ എത്ര നേരമായി തേടിക്കൊണ്ടിരിക്കുന്നു. എടാ ഗോപാൽ, നിക്ക്, ഞാൻ പറയുന്ന കേക്ക്. ശരി, അപ്പൊ ഇവനാണല്ലേ ആ ഗോപാലൻ. ഇപ്പൊ തന്നെ അവനെ ഇടിച്ച് ചമ്മന്തിയാക്കിയേക്കാം. വേണ്ട വേണ്ട, ഫയൽമാൻ സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇനി കേൾക്കാനും പറയാനൊന്നുമില്ല. കൊടുക്കാൻ പോവാണ് ഈ കൊമ്പൻ മീശ പൈൽവാൻ. നിങ്ങളിപ്പോ ഗോപാലിനെ തേടുകയില്ലേ? നിങ്ങൾ തേടിയ ഗോപാലിന് ഇവൻ തന്നെയാ. പൈൽവാൻ സാറേ, ഗോപാൽ അകത്താണ്. എന്റെ മേലെ ചാടി വാരി തേച്ചലടാ. എന്നിട്ട് നീ ഇവിടെ വന്ന് റിലാക്സ് ചെയ്ത് ലോലിപോപ്പ് കഴിക്കുന്നോ? ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്ന കേട്ടില്ലടാ. മര്യാദക്ക് എന്റെ ലോലിപോപ്പ് തിരിച്ചു തന്നേക്ക്. ഇനിയിപ്പൊ നമ്മൾ അകത്തേക്ക് ചെന്നാ ഗോപുവിനെ പുറത്തേക്ക് കൊണ്ടുവന്നേ പറ്റൂ. അതെ വാ. ഇവരിത് എവിടെയാ പോയത്?
ഇത്രയും നേരമായിട്ട് ലക്ഷ്മണൻ എന്താ ബോൾ കൊണ്ടുവരാത്തത്? അവനെങ്ങനെയാടാ വരുന്നത്? ഷോ, അയ്യോ പാവം, അവനിപ്പോ പുറത്ത് കുടുങ്ങി കിടക്കുവാടാ. കൊമ്പൻ മീശ ബയൽവാൻ ഉണ്ടല്ലോ, അവൻ നിന്റെ ഫ്രണ്ടിനെ ഇടിച്ച് ചമ്മന്തി ആക്കിയിരിക്കുക. എന്താ പറഞ്ഞേ? കൊമ്പൻ മീശ ഫയൽമാൻ അത്രയ്ക്ക് ധിക്കാരമോ? അവൻ എന്റെ ലക്ഷ്മണനെ തൊട്ട് കളിക്കുന്നോ? അവനെ ഞാൻ എടുത്തിട്ട് ഇത് ഗോപുവിന് കിട്ടാൻ പോകുന്നു. കിട്ടി, മഴ കിട്ടി. അടിയും വെടിയും മാറി മാറി വരൂ. എടാ, ഞാനിവിടെ ഉള്ളത്തോളം കാലം ഗോപുവിനെ ആർക്കും തൊടാൻ പറ്റില്ല. ലക്ഷ്മൺ, ഗോപു, നിന്നെ രക്ഷിക്കാൻ ഇതാ എത്തിയിരിക്കുന്നടാ നിന്റെ ഗോപാൽ. ഗോപാലനോ? നോ ഗോപു. ആഹാ, അപ്പൊ ഇവനാണല്ലേ ഒറിജിനൽ ഗോപാൽ. ഈര ഇപ്പൊ സ്വയം ഒരു വേട്ടക്കാരനെ തേടി വന്നേർക്ക. ഞാനിതാ വരുന്നടാ ലക്ഷ്മണ. വാടാ ചക്ക, വാടാ. നമ്മുടെ പ്ലാൻ വർക്കൗട്ടായി. ഗോപു വേണ്ടടാ, ഗോപു വേണ്ടടാ. നമ്മുടെ പ്ലാൻ ഫ്ലോപ്പായി പോയടാ. ഗോപു, ഞാൻ പറയുന്ന കേക്ക്. ഈ ഗേറ്റ് നിന്റെ ലക്ഷ്മണ രേഖയാ. ഈ ലക്ഷ്മണ രേഖ കടന്ന് നീ പുറത്തേക്ക് പോകരുത്. പോയ ആ കൊമ്പൻ മീശക്കാരൻ ഫയൽമാൻ നിന്നെ ഇടിച്ച് പഞ്ചറാക്കും. പക്ഷെ അത് എന്തിനാ? പക്ഷെ ഞാൻ ഇയാളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. കാരണം നീയാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ അടയാളമായ മീശയിൽ ചളി വരുത്തിച്ചത്. ഇപ്പൊ അയാൾ നിന്നെ എടുത്തിട്ട് ഇടിച്ച് പഞ്ചറാക്കൂടാ. നോക്കിയോ? ഇന്ന് ഇയാൾ എന്നെ ഇവിടുന്ന് ഒരു വഴിയാക്കാതെ പോവില്ലെന്നാ തോന്നുന്നത്. എന്റെ കാര്യം പോക്കാം. ഡോണ്ട് ബി സ്കെയർഡ് ഗോപു. നിന്റെ മേത്തൊരു അടി കൊള്ളാൻ പോലും ഞാൻ സമ്മതിക്കില്ല. ഒന്നോർത്തോ, നമ്മുടെ പ്രിൻസിപ്പൽ സാർ ഈ സ്കൂളിലുള്ളിടത്തോളം കാലം ആ കൊമ്പൻ മീശക്കാരൻ ഫയൽമാൻ ഈ ലൈൻ ക്രോസ് ചെയ്ത് സ്കൂളിനകത്തേക്ക് വരില്ല. അതെടാ, ഞാനാ നിന്റെ മീശയിൽ ചളി വാരി തേച്ചേ. അത് ഞാൻ ഇനിയും ചെയ്യും. ഒരുപാട് ചളി വാരി തേക്കൂടാ. ചെളി വെള്ളത്തിൽ മുക്കി ചവിട്ടി കൂട്ടി എടുക്കും ഞാൻ. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അകത്തേക്കൊന്ന് വന്ന് നീ ആരാണെന്ന് കാണിക്കടാ. ഞാനൊന്ന് കാണട്ടെ നിന്റെ ധൈര്യം. നീ അകത്ത് നിന്നിട്ട് ഒരുപാട് വെളച്ചിൽ കാണിക്കാനല്ല ചെക്ക. ഞാൻ പറയുന്നു, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പുറത്തേക്ക് വാടാ. അതേടാ, ലൈനിനപ്പുറത്ത് നിന്ന് ചുമ്മാ ഡയലോഗ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. നിനക്ക് കരളുറപ്പുണ്ടെങ്കിൽ അകത്തേക്കൊന്ന് കാണിക്കടാ. എടാ, നീ പുറത്തേക്ക് വാടാ. എടാ, വരാനാ പറഞ്ഞത്. നീ പുറത്തേക്ക് വരാനാ പറഞ്ഞത്. നീ ആദ്യം അകത്തേക്ക് വാടാ. വാടാ. അകത്തേക്ക് വാ. പുറത്തേക്ക് വാ. പ്രിൻസിപ്പൽ സാറോ? സാരിതിപ്പോ എങ്ങോട്ടാ പോകുന്നേ? ഗോപു, നിന്റെ ഡയലോഗ് കൂടി ഒന്ന് നിർത്തടാ. പ്രിൻസിപ്പൽ സാർ ഇപ്പൊ ഇതേ പുറത്തേക്കും കണ്ടു പോവാ, കണ്ടോ? ഒരുപക്ഷെ പ്രിൻസിപ്പൽ സാർ പുറത്തേക്ക് എങ്ങാനും പോയാലേ പിന്നെ ഈ കൊമ്പമീശക്കാരൻ അകത്തേക്ക് വരാൻ ഒരിക്കലും മടിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ എന്റെ കാര്യം പോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ ഗോപു? ഒരു idea ഉണ്ട്. എടാ ഫയൽവാൻ, ഒരു കാര്യം ചെയ്യാം. എനിക്കും നിനക്കും ഇടയിൽ ഒരു ടഗ് ഓഫ് വാർ ചെയ്തേക്കാം. ഒരു പക്ഷെ നീ എന്നെ വലിച്ച് പുറത്താക്കുകയാണെങ്കിലേ അപ്പൊ നീ ജയിച്ചു. ഓക്കെ, ഒരു പക്ഷെ ഞാൻ നിന്നെ അകത്തേക്ക് വലിച്ചിടുകയാണെങ്കിലേ ഞാൻ ഇതിൽ ജയിച്ചു എന്നർത്ഥം. ഓ, ഇത്രേ ഉള്ളൂ കാര്യം. കട്ടുറുമ്പ് ആനയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കല്ലേ? ഞാൻ നിന്നെ ചവിട്ടി ചമ്മന്തി ആക്കും, നോക്കിക്കോ. നീ കേട്ടു കാണുമല്ലോ, കട്ടുറുമ്പ് ആനയുടെ കാതിനകത്ത് കയറിയുള്ള കഥ അറിയാമല്ലോ. സ്റ്റാർട്ട് ആവട്ടെ. ഇതെന്ത് പറ്റി? എന്റെ കാർ എന്താ സ്റ്റാർട്ട് ആവാത്തത്? എന്തായാലും ഇനിയിപ്പോ സർവീസ് ചെയ്താലേ പറ്റൂന്നാ തോന്നുന്നത്. എന്റെ പൊന്നു പ്രിൻസിപ്പൽ സാറേ, കാറിന് വേഗം സ്റ്റാർട്ട് ചെയ്യേ, ഇല്ലെങ്കിൽ പിന്നെ എന്റെ കാര്യം പോക്കാം. വണ്ടി സ്റ്റാർട്ട് ആയല്ലോ. കാർ സ്റ്റാർട്ട് ആയിട്ടാ ഗോപു. ഇനിയാടാ നമ്മുടെ കളി. തുടങ്ങിക്കോടാ ഗോപു. ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല, നോക്കിക്കോ. ഇപ്പൊ കാണിച്ചു തരാ. എത്ര വലിച്ചിട്ടും സംഗതി ഒരു അല്പം പോലും അനങ്ങുന്നില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ? ഈ വണ്ടി എന്താ മുന്നോട്ട് പോകാത്തത്? ഇനിയിപ്പോ 5th ഗിയറിലിട്ടാലേ വണ്ടി മുന്നോട്ട് പോകുള്ളൂന്നാ തോന്നുന്നത്. ഇതെന്താ മീശക്കാരൻ ഫയൽമാനോ? നീ എന്താ ഇവിടെ? എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ എന്റെ സ്കൂളിനകത്ത് കാലുകുത്തിയത്? എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? പറ്റുവോ സാർ? ക്ഷമിക്കണേ, ദയവ് ചെയ്ത്
ക്ഷമിക്കണം, മാപ്പ് തരണം സാർ. നീ ആദ്യം എന്റെ വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങടാ. ക്ഷമയല്ല, ഞാൻ നിന്റെ മീശ ഇപ്പൊ കട്ട് ചെയ്ത് കളയും, നോക്കിക്കോ. ഇന്ന് എനിക്കൊരു സൂപ്പർ ചാൻസ് കിട്ടിയിരിക്കുക. ഇന്ന് നിന്നോട് ഞാൻ പ്രതികാരം ചെയ്ത് വിടില്ലടാ. മീശ പഠിച്ചു കളയാനോ? വേണ്ട വേണ്ട, മീശ ഇല്ലെങ്കിൽ ഞാൻ 0 ആയി പോകും. വേണ്ട സാർ, പ്ലീസ് വേണ്ട. ഞാൻ ഇനി ഒരിക്കലും ഗോൾഡൻ ഹിൽസ് സ്കൂളിൽ മാത്രമല്ല, മൊത്തത്തിൽ ഈ ഗോൾഡൻ ഹിൽസിന്റെ ഒരു സ്ഥലത്തേക്കും ഞാൻ വരില്ല. ഓടിക്കോടാ, നിക്കടാ അവിടെ. എങ്ങോട്ടാണ് നീ ഓടുന്നത്? ഓടിക്കോ, അല്ലെങ്കിൽ അയാൾ എന്റെ മീശ പഠിച്ചു കളയും. മീശ പോലും സംരക്ഷിക്കാൻ അറിയാത്തവൻ നമ്മൾ എങ്ങനെയാടാ രക്ഷിക്കാൻ പോകുന്നത്? പേടിത്തൊണ്ടൻ. ഓ അത് ശരി. അപ്പൊ എന്നെ എടുത്തിട്ട് തല്ലാൻ വേണ്ടിയാ നിങ്ങൾ ഫയൽവാനെയും കൂട്ടിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ? കൊള്ളാം. അല്ലല്ല, അയാൾ അങ്ങനെ തേടി വരികയായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് നിന്നെ കാണിക്കാൻ വേണ്ടി അയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ആണോ? അപ്പൊ കാണിക്കാൻ വേണ്ടിട്ടാണ് അവിടെ. Watch India's largest kids library only on Jio Hotstar. Download the app now.